ഹായ് ഗൈസ്, വെൽക്കം ടു വിദ്യ എഡ്യൂക്കേഷൻ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അമേരിക്ക എന്ന് പറഞ്ഞ പോയമാണ് ബൈ അലൻ ഗിൻസ്ബർഗ്. സോ ഇതിൻ്റെ ഒരു ജസ്റ്റ് സമ്മറിയും ഇൻട്രൊഡക്ഷനും പിന്നെ അബൌട്ട് അലൻ ഗിൻസ്ബർഗ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ അനാലിസിസ്, ഫുൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ എല്ലാം നമ്മുടെ പേട്രിയോൺ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ പേട്രിയോൺ ചാനൽ വേണ്ടവർ പേട്രിയോൺ ചാനൽ എടുക്കുക. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോസ് ഡേ ടു ഡേ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ചെറിയ രീതിയിൽ മോശമാണ്. കാരണം സംസാരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റത്തില്ല, മിണ്ടുമ്പോഴത്തേക്ക് ഇത് വരുവാണ്, ബ്രീത്തിങ് ട്രബിളൊക്കെ വരുവാണ്. അപ്പോൾ ഒരുപാട് ടൈം എടുത്തൊക്കെയാണ് ഞാനിപ്പം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അത് വേഗം തന്നെ മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാറിയാൽ തന്നെ ഞാൻ അപ് ടു ഡേറ്റ് ഓരോ വീഡിയോസ് എല്ലാത്തിനെയും പറ്റി, എല്ലാ കണ്ടൻസിനെയും പറ്റിയും എല്ലാ സെക്ഷനുകളെ പറ്റിയും നമ്മൾ വീഡിയോ ഇടുന്നതാണ്. പോരാത്തതിന് നമ്മൾ ഇംഗ്ലീഷ് മാത്രം കവർ ചെയ്യുന്നില്ല, കുറച്ചുകൂടെ ഡിഗ്രി ബേസ് ആയിട്ട് വേറെയും സബ്ജക്റ്റുകളെടുത്ത് ചാനലുകളിൽ ഇടാനും അതുപോലെ എൻ്റെ പ്രീമിയം കണ്ടൻസ് പ്രൊവൈഡ് ചെയ്യാനും റെഡി ആയിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റേജിലാണ്. സോ അമേരിക്ക എന്ന് പോയം എഴുതിയതാരാണ്? അലൻ ഗിൻസ്ബർഗ് ആണ്. എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ് നമ്മൾ അധികം പറയുന്നത്. ഇത് എഴുതിയത് 1956 1956 എപ്പോഴാണ്? പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്താണ്. അതായത് പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള അമേരിക്കയുടെ സമയത്ത്, അതിൻ്റെ ടർബുലൻറ്റ് ടൈംസിൽ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ ഒരുപാട് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി. സിവിൽ റൈറ്റ്സിനെ പറ്റിയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു സമയത്ത് എഴുതപ്പെട്ട ഒരു പോയമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. ദ കൺട്രി ലുക്ക് വെൻ ദ പ്രോസ്പെക്ട്സ് ഓഫ് ദ കൺട്രി ലുക്ക് ഡിസ്മൽ ആൻഡ് ബ്ലീക്ക്. ഡിസ്മൽ ആൻഡ് ബ്ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരാശജനകം അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യം എന്നൊക്കെയാണ് ഡിസ്മലിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം പ്രോസ്പെക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ പ്രതീക്ഷ, ദർശനം എന്നൊക്കെയാണ്. അപ്പം ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ കണ്ടീഷൻ എന്താ പറയുന്നത്, ഭയങ്കര മോശം ആയി പോയി എന്ന പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത്. അതിൻ്റെ കാര്യങ്ങൾ തൊട്ട് താഴെ നമ്മൾ ജസ്റ്റ് ഒരു കോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, ഒന്ന് പസ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ആ സമയത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് വാർ തന്നെയാണ്. കോൾഡ് വാർ എന്ന സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഫസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1947 കോൾഡ് വാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എൻഡ് ഡേറ്റ് ഉണ്ടായത് 1991 കോൾഡ് വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധമില്ലാത്തൊരു സമയം, ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, ആരും തമ്മിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും അതിൻ്റെ ആലൈസും റെസ്പെക്റ്റ് ആലൈസും തമ്മിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ. ആരെപ്പോൾ യുദ്ധം ചെയ്യും, ആര് ന്യൂക്ലിയർ ബോംബ് ഇടും എന്നൊക്കെ അങ്ങനെ തൻ്റെ രാജ്യത്തിൻ്റെ, അതായത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെയും സോവിയറ്റ് എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ, അന്നത്തെ USSR എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെയും എന്താ പറയുക ആയുധ സജ്ജങ്ങൾ കൂട്ടുക. കാരണം ഇവർ എപ്പോഴെപ്പോഴും തമ്മിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ. അതാണ് ഒരു കോൾഡ് വാർ പീരീഡ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. സോ അതൊക്കെയാണ്. അപ്പം അന്നത്തെ ഉള്ളൊരു പൊളിറ്റിക്കൽ അൺട്രസ്റ്റും അതുപോലെ ഒരു വ്യത്യാസങ്ങളൊക്കെയാണ് ഈ അമേരിക്ക എന്ന് പറഞ്ഞ പോയതിൽ അലൻ ഗിൻസ്ബർഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ നാഷണലായിട്ടുള്ള ഒരു ഇനാക്ടിവിറ്റിക്കെതിരെ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരിക, നല്ല ഉദ്ദേശത്തോടെ ഒരു നല്ല രീതിയിലൊരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുക. ഈ പോയത്തിലൂടെ ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി എന്താ പറയുക അലൻ ഗിൻസ്ബർഗ് ഈ പോയം എഴുതുന്നതിലൂടെ മുന്നോട്ട് കൊണ്ടുവച്ചു. അപ്പോൾ ആ സമയത്തുള്ള പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് പ്രശ്നം, ടർബുലൻറ്റ് ടൈംസ് ഒക്കെ ആയിരുന്നു എന്നൊക്കെ, അമേരിക്കയിലുള്ള പ്രശ്നങ്ങളും അമേരിക്കയിലുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക, ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അന്ന് ആ സമയത്തുള്ള ഒരു പൊളിറ്റിക്കൽ അൺട്രസ്റ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അമേരിക്കയുടെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു പോയമാണ് ആ സമയത്ത്, പോസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത്. ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. ഇനി നമുക്ക് പോയത്തിൻ്റെ സമ്മറിയിലേക്ക് പോകാം. സോ സമ്മറി പറയുകയാണെങ്കിൽ, അമേരിക്ക എന്ന് പറഞ്ഞ പോയം റിട്ടേൺ ചെയ്ത 1956 ഗിൻസ്ബർഗ് അദ്ദേഹം കാലിഫോർണിയയിലെ ബെർക്ക്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിരുന്നപ്പോൾ എഴുതപ്പെട്ട ഒരു കവിതയാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഏത് ഒറിജിനൽ പബ്ലിക്കേഷൻ ഏതിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോൾ ആൻഡ് അതർ പോയംസ് എന്ന് പറഞ്ഞാൽ ബുക്കിനകത്തുള്ള ഒരു പോയമാണ് എന്താ പറയുന്നത് അമേരിക്ക എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? So America was one of the first widely read literary statements of political interest in the post-World War II United States. അതായത് വേൾഡ് വാർ സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു പൊളിറ്റിക്കൽ അൺട്രസ്റ്റ്, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ അമേരിക്കയിൽ ഉണ്ടായി. അപ്പം അതിനെ പറ്റിയുള്ള ഒരു സാഹിത്യപരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വിവരണമാണ് എന്താ പറയുന്നത് ഈ അമേരിക്ക എന്ന് പറഞ്ഞൊരു പോയം. ഇത് ഒരുപാട് ആൾക്കാർ വായിച്ച, ആ സമയത്ത് ഒരുപാട് ആൾക്കാർ വായിച്ച ഒരു പോയമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പം തൊട്ട് മുമ്പേ ഉള്ള ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ന്യൂക്ലിയർ ബോംബിനെ പറ്റിയും ഏഷ്യൻ ഫോറിൻ പോളിസിയെ പറ്റിയൊക്കെ ഇതിൻ്റെ തീമുകളാണ്. മനസ്സിലായോ? തീം ഫ്രം ദ ഡെക്കേഡ്സ് പ്രീവിയസ് വാർസ്, അതായത് ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറും ഫസ്റ്റ് വേൾഡ് വാറൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ആ യുദ്ധങ്ങളും അതിൻ്റെ ഇടയ്ക്ക് നടന്ന ഒരുപാട് യുദ്ധങ്ങളും അതുപോലെ തന്നെ ന്യൂക്ലിയർ ബോംബിൻ്റെ കാര്യങ്ങൾ, ഏഷ്യൻ ഫോറിൻ പോളിസി,
ഈ തീമുകളൊക്കെ നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നാഷണൽ ആയിട്ടുള്ള റേഷ്യൽ അൺട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിവേചനം, വർണ്ണവിവേചനം, മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ. ഓൾറെഡി ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോഴും സ്റ്റിൽ അത് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ആയിട്ടുള്ള റേഷ്യൽ അൺട്രസ്റ്റ്, അതൊക്കെ ആ സമയത്തുള്ള നാഷണൽ റേഷ്യൽ അൺട്രസ്റ്റ്. അതുപോലെ ഫൈറ്റ് വിത്ത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് USSRനെയാണ്. കാരണം അമേരിക്ക ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. അവിടെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ചൈനയെ വെറുക്കുന്നതും റഷ്യയെ ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. റീസെൻറ്റ് ടൈമിലൊക്കെ ചൈനയ്ക്ക് അവർ ഒരു എതിരാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കമ്മ്യൂണിസം ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അമേരിക്കക്കാർ. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അറിയാലോ, ആ ഇയർ തന്നെ 1956 ആണ്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിലുള്ള മധ്യത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഗിൻസ്ബർഗ് എന്ന് പറയുന്നത്, അത് നമ്മുടെ പോയിട്ട് അലൻ ഗിൻസ്ബർഗ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുന്നത് ബീറ്റ് പോയിറ്റ്സിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. പൊളിറ്റിക്കലി ഒരു ആക്റ്റീവ് മെമ്പർ കൂടിയാണ് ആര്, ഗിൻസ്ബർഗ് എന്ന് പറയുന്നത്. ബീറ്റ് പോയിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് സൈഡിലായിട്ട് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ബീറ്റ് ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റററി മൂവ്മെൻ്റ് ആണ്. അതൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓതേഴ്സ് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തു? അമേരിക്കൻ സംസ്കാരത്തെയും അമേരിക്കൻ കൾച്ചറിനെയും അതുപോലെ അമേരിക്കയിലെ പൊളിറ്റിക്സിനെയും, പോസ്റ്റ് വാർ എറയിലുള്ള അമേരിക്കൻ സംസ്കാരത്തിനെയും അമേരിക്കൻ പൊളിറ്റിക്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്ത വർക്കുകൾ എഴുതിയ വ്യക്തികളാണ് ബീറ്റ് പോയിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ബീറ്റ് പോയിറ്റിലെ ഒരു പൊളിറ്റിക്കലി ആക്റ്റീവ് മെമ്പർ ആയിരുന്നു ആര്, ഗിൻസ്ബർഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അതുപോലെ അമേരിക്ക എന്ന് പറഞ്ഞ പോയം എന്ന് പറയുന്നത് ഗിൻസ്ബർഗിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്താഗതികൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പോയം കൂടിയാണ്. അതുപോലെ തന്നെ ഗിൻസ്ബർഗിന് കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറച്ച് വീക്ഷണങ്ങളുണ്ടായിരുന്നു. ആ വീക്ഷണങ്ങൾ അദ്ദേഹം മുറുകെ പിടിച്ച ഒരു വ്യക്തിയാണ്. എല്ലായ്പ്പോഴും മുറുകെ പിടിച്ച തൻ്റേതായ സ്റ്റാൻഡിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആര്, ഗിൻസ്ബർഗ് എന്ന് പറയുന്നത്. ആ ഒരു റെപ്രസെൻറ്റേഷൻ, അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളുടെ ഒരു ബ്രോഡ് റെപ്രസെൻറ്റേഷൻ കൂടിയാണ് ഈ അമേരിക്ക എന്ന് പറഞ്ഞ പോയം എന്ന് പറയുന്നത്. വളരെ ലെങ്തി ആയിട്ടൊരു പോയമാണ് കേട്ടോ, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സമ്മറി നമുക്ക് കുറച്ച് ഷോർട്ടായിട്ട് നമുക്ക് പറഞ്ഞിട്ട് ലെങ്ത് എക്സ്പ്ലനേഷൻ പെട്രിയോൺ ചാനൽ നമുക്ക് കൊടുക്കാം. ഇനി ലൈക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഹോൾ എന്ന് പറഞ്ഞ പോയം എന്ന് പറയുന്നത് വളരെ വൈഡ്ലി റീഡായിട്ടുള്ളൊരു പോയമാണ്. ശേഷം അത് ഒരുപാട് ആൾക്കാരിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ട് ശേഷം തടങ്ങി വെക്കുകയൊക്കെ ചെയ്ത ഒരു പോയമാണ് ഹോൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഹോൾ എന്ന് പറഞ്ഞ പോയം പോലെ തന്നെ ഈ പോയമും ഒരു ഇറഗുലർ മീറ്ററാണ് ഇതിനുള്ളത്. ഇറഗുലർ മീറ്ററും സ്ട്രക്ചറുമാണ് ഉള്ളത്. സ്ട്രക്ചർ ദാറ്റ് വാസ് ടു ബി ഹോൾമാർക്ക് ഓഫ് ഗിൻസ്ബർഗ് ഗിൻസ്ബർഗ് പോയിട്രിക്ക് ഒരു പ്രത്യേകപരമായിട്ടുള്ള സ്ട്രക്ചറുണ്ട്. അദ്ദേഹം എഴുതുന്ന പോയത്തിന്, കവിതകൾക്ക് എന്താ പറയുന്നത്, പ്രത്യേകമായിട്ടുള്ള സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിൻ്റെ എന്താ പറയുന്ന ഒരു ഹാൾമാർക്ക് കൂടിയായിരുന്നു ഈ ഒരു പോയം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. സോ ദ പോയം ഇസ് ഫിൽഡ് വിത്ത് കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ റെഫറൻസസ്. ഈ ഒരു പോയത്തിൽ ഒരുപാട് സാംസ്കാരികപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള റെഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സൂചനകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ വേറെ സൂചനകൾ, കുറച്ച് ഇൻസിഡൻസ് അദ്ദേഹത്തിൻ്റെ ഗിൻസ്ബർഗിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് അദ്ദേഹത്തിൻ്റെ ഫെല്ലോ ബീറ്റ് റൈറ്റേഴ്സിനുണ്ടായിട്ടുള്ള ഇൻസിഡൻസ്, അതുപോലെ ഫ്രണ്ട്സിൻ്റെ ജീവിതങ്ങൾ കാണിച്ചു തരുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അമേരിക്ക എന്ന് പറഞ്ഞ പോയതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കൾച്ചർ, പൊളിറ്റിക്കൽ റെഫറൻസ് ടു ഇൻസിഡൻസ് ആൻഡ് ഈവൻറ്റ്സ് ഇൻ ഗിൻസ്ബർഗ് ഓൺ ലൈഫ്, അതുപോലെ ഇൻസിഡൻസ് റിലേറ്റഡ് ടു ഹിസ് ലൈഫ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഫെലോ ബീറ്റ് റൈറ്റേഴ്സ്. അതുപോലെ ഗിൻസ്ബർഗ് ഇതിൽ ലോങ് ലൈനുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റീവ് ഫൗണ്ടേഷൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ എക്സ്പെരിമെൻറ്റ് നടത്തുകയാണ്, റിഫിങ് നടത്തുകയാണ്. റിഫിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, തൻ്റേതായ സൃഷ്ടിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ റിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടുമണ്ടേ ഞാൻ എന്താ പറയുന്നത് ഫസ്റ്റ് ഇട്ടേക്കുന്ന ഇമേജ് കണ്ടില്ല, അതാ റിഫ് എന്നൊക്കെ പറയുന്നത്. മ്യൂസിക്കിലുള്ള നിങ്ങൾ കണ്ടിട്ടില്ലേ, കോഡ്സ് എന്തോ ടേം എനിക്ക് ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. സോ റിഫ്സ് എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. സോ റിതത്തിൽ കുറച്ച് റിഫ്സ് ഉണ്ടാക്കുകയാണ്, റിഫിങ് ഉണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ഒരു സൃഷ്ടി ഇതിൽ ഉണ്ടാക്കുകയാണ്. മീറ്റർ 1 ലോങ് ലൈന് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മീറ്റർ എന്ന് വെച്ചാൽ പോയിറ്റിൻ്റെ ഫോം ആൻഡ് സ്ട്രക്ചറാണ് ഇവിടെ പറയുന്നത്. കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്. ഒരു ലോങ് ലൈൻ സ്ട്രക്ചറാണ് ഉണ്ടാക്കുന്നത്. എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്, റിതത്തിൽ റിഫിങ് നടത്തുകയാണ്. അതുപോലെ 1 മീറ്റർ ഇൻ 1 ലോങ് ലൈൻ, ഇതൊക്കെ അതിൻ്റെ ഫോം ആൻഡ് സ്ട്രക്ചറാണ്. ഈ ഒരു പോയത്തിലുള്ള ഫോം ആൻഡ് സ്ട്രക്ചറാണ്. ദാറ്റ് വുഡ് ബി ഓൾ ഹെൽഡ് ടുഗദർ വിത്തിൻ ദ ഇലാസ്റ്റിക് ഓഫ് ദ ബ്രത്ത്.
എന്ന് വെച്ചാൽ ഒരൊറ്റ ശ്വാസത്തിൽ എല്ലാം പറയുകയാണ്, ഒരൊറ്റ ശ്വാസത്തിൽ എല്ലാം കൂട്ടി യോജിപ്പിച്ച് പറയുകയാണ്. ആ ലോങ് ലൈനിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതാണ്, ഒരൊറ്റ ശ്വാസത്തിൽ എല്ലാം കൂട്ടി യോജിച്ച് പറയുകയാണ്. ഞാൻ തന്നെ ഇപ്പോൾ ഇതാണ്ട് ഈ സ്ലൈഡ് ഇട്ടേക്കുന്നത് കണ്ടില്ലേ, ഒരൊറ്റ സ്ലൈഡിൽ ഞാൻ ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരൊറ്റ ശ്വാസത്തിൽ ആ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹം അല്ലെങ്കിൽ എല്ലാം പറയാൻ ഉദ്ദേശിക്കുകയാണ്. സോ അമേരിക്ക ബൈ അലൻ ഗിൻസ്ബർഗ് എന്ന് പറയുന്നത് ഈ ഒരു പോയം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു സിമ്പിൾ ഓഫ് ഹിസ് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ഇൻഡിഫറൻസ് ടു ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പ്രിവെയിൽഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് അൺസെറ്റിംഗ്. അതായത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിലൊരു സ്ട്രക്ചർ ഇല്ലായ്മ അമേരിക്കയിൽ രൂപപ്പെട്ടു. മനസ്സിലായില്ലേ? നമ്മുടെ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരാകണം ഒരു കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു രാഷ്ട്രം രൂപീകരിച്ചെടുക്കണ്ടേ. അപ്പം അതുവരെ എന്താണ്, ഒരു അൺസെറ്റിംഗ് ടൈമാണ്. ഒന്നും സെറ്റായിട്ടില്ല, അൺസെറ്റിംഗ് ടൈമാണ്. അതുപോലെ പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് അമേരിക്ക ഒരു അൺസെറ്റിംഗ് ടൈമിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ആർക്ക് നിരാശാജനകമായിട്ടുള്ള ഒരു രീതിയായിരുന്നു, അലൻ ഗിൻസ്ബർഗിന് നിരാശാജനകമായിട്ടുള്ള രീതിയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അമേരിക്ക എന്ന് പറഞ്ഞ പോയത്തിലൂടെ കാണിക്കുകയുണ്ടായി. അപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞ പോയം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇൻഡിഫറൻസ് ഒക്കെ കാണാൻ സാധിക്കും. ഈ ഒരു സാമൂഹിക, സാംസ്കാരിക പ്രശ്നങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും. ഈ അമേരിക്ക എന്ന് പറഞ്ഞ പോയത്തിൽ അദ്ദേഹം ഡിറക്റ്റായിട്ട് എന്താ പറയുക, അമേരിക്ക തന്നെയാണ് ഇവിടെ പറയുന്നത്. അമേരിക്കയിലെ കണ്ടീഷൻ തന്നെയാണ്, സിറ്റുവേഷൻ തന്നെയാണ് പറയുന്നത്. സ്പീക്കർ ഡയറക്റ്റ്ലി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ പ്രശ്നത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിലുള്ള ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നു അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിവിടെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. തൻ്റെ രാജ്യം എന്താ പറയുന്നത്, യുദ്ധത്തിൽ ഏർപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹി കമ്പയർസ് ദ ടൈം ഓഫ് കമ്മ്യൂണിസ്റ്റ് റൂളിംഗ് ടു ഹിസ് പ്രസൻറ്റ് ടൈം ഓഫ് ഐഡിൽനെസ് എന്ന് വെച്ചാൽ അലസത. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് റൂളിങ്ങിനെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രസൻറ്റ് ടൈമിലുണ്ടായിരുന്ന അലസതയുമായിട്ട് കമ്പയർ ചെയ്യുന്ന കുറച്ച് ലൈൻസുകൾ നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് റൂളിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം മിക്കവാറും ഉദ്ദേശിക്കുന്നത്, കറക്റ്റ് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞാണ്, എന്താ പറയുന്നത്, USSRൻ്റെ കാര്യം തന്നെയാണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ആ ഒരു സമയത്ത് USSR ആണ് ഇതൊക്കെ ഡോമിനൻറ്റ് കമ്മ്യൂണിസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്, അല്ലേ. ചൈനയൊന്നും അത്ര വളർന്നിട്ടില്ല. USSR ആണ് ഏറ്റവും വലിയ ഡോമിനൻറ്റ് കമ്മ്യൂണിസ്റ്റ് കൺട്രി. പക്ഷെ തകർന്നു പോയി. ഓക്കെ, ഇവിടെ സ്പീക്കർ കൺവേഴ്സ് ചെയ്യാണ്. കൺവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭാഷണം നടത്തുക. ആരുമായിട്ടാണ് സംഭാഷണം നടത്തുന്നത്? അമേരിക്കയുമായിട്ട് സംഭാഷണം നടത്തുകയാണ്. ഇവിടുത്തെ പോയത്തിലെ സ്പീക്കർ അമേരിക്കയുമായിട്ട് സംഭാഷണം നടത്തുന്ന കുറച്ച് കോഡ്സുകൾ, ലൈൻസുകൾ നമുക്ക് കാണുവാൻ സാധിക്കണം. ആസ് ഹിഫ് ഈസ് ടോക്കിംഗ് ടു ഹിംസെൽഫ്, തന്നോട് തന്നെ സംസാരിക്കുന്നതായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ തന്നോട് സംസാരിക്കുന്ന പോലെയാണ് ആരിവിടെ സംസാരിക്കുന്നത്, സ്പീക്കർ അമേരിക്കയുമായിട്ട് സംസാരിക്കുന്നത് എന്നാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹി മേക്സ് എ പ്ലീ ഫുൾ ഓഫ് സർക്കാസം ഫോർ ദ സേക്ക് ഓഫ് പോയറ്റിക് ഒറിജിനാലിറ്റി. അദ്ദേഹം ഒരുപാട് വാദങ്ങൾ ഇവിടെ നിരത്തുന്നുണ്ട്. ഈ തരത്തിലുള്ള വാദമാണ് ഫുൾ ഓഫ് സർക്കാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രൂക്ഷ പരിഹാസം എന്നൊക്കെയാണ് സർക്കാസത്തിൻ്റെ അർത്ഥം. അപ്പം അതുപോലുള്ള രൂക്ഷ പരിഹാസത്തിൻ്റെ വാദങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തിനെ പറ്റിയുള്ള വാദങ്ങളാണ്? കവിതയുടെ ഒറിജിനാലിറ്റിയെ പറ്റിയുള്ള, പോയിറ്റിക് ഒറിജിനാലിറ്റിയെ പറ്റിയുള്ള രൂക്ഷ പരിഹാസം നിറഞ്ഞ വാദങ്ങൾ അദ്ദേഹം ഇവിടെ വിവരിക്കുന്നുണ്ട്. ദ പ്ലീ ഈസ് ഓൾസോ ഫോർ അതർ ഡൗൺ ട്രോഡൻ പീപ്പിൾ. അപ്പം ആ വാദങ്ങൾ, പ്ലീ എന്ന് വെച്ചാൽ വാദങ്ങൾ എന്തിനെ പറ്റിയും കൂടെ പറയുന്നുണ്ട്, ഡൗൺ ട്രോഡൻ പീപ്പിളിനെ പറ്റിയും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കപ്പെട്ട മനുഷ്യരെ പറ്റിയും ഇവിടെ കുറച്ച് വാദങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പൊയിറ്റിക് ഒറിജിനാലിറ്റിയെ പറ്റിയും അദ്ദേഹം കുറച്ച് വാദങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് റൂളിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ അതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദ പോയം ക്യാരീസ് എ റെഫറൻസ് ടു ദ മീറ്റിംഗ്സ് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ്. ഹി ന്യൂ ദാറ്റ് എറ ഈസ് എ ലോങ് ഗോൺ. പിന്നെ പോയം എന്താണ് പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് മീറ്റിങ്സിനെ പറ്റിയും ഈ ഒരു പോയം റെഫറൻസ് നടത്തുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക USSRമായിട്ട് നടത്തുന്ന മീറ്റിങ്ങുകളായിരിക്കാം. ആ മീറ്റിങ്സിനെ പറ്റിയൊക്കെ ഈ ഒരു പോയം റെഫറൻസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുകയാണ് ആ ഒരു എറ എന്ന് പറയുന്നത് ഇപ്പോൾ ലോങ് ഗോൺ ആണ്, എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് ആ ഒരു യുഗം നശിച്ചു. കാരണം സെക്കൻഡ് വേൾഡ് വാർ അല്ലേ, 1ാം ലോക മഹായുദ്ധം, 2 മഹായുദ്ധങ്ങളാണ് നമ്മുടെ ലോകത്തുണ്ടായിട്ടുള്ളത്. 1ാം ലോക മഹായുദ്ധം, 2ാം
രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. അതിനുശേഷം കോൾഡ് വാർ പീരീഡ് ആയിരുന്നു. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ്റെ അധപതനം മൂലം പിന്നെ ആ ഒരു കോൾഡ് വാർ ടെൻഷനൊക്കെ മാറുകയുണ്ടായി. അപ്പം ആ സമയത്ത് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളായിട്ട് മീറ്റിംഗ് നടന്ന് കാണുമായിരിക്കും. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്തും ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് മെയിനായിട്ടാണ്. സോ ആ ഒരു മീറ്റിങ്ങുകളൊക്കെ ഇപ്പോൾ ഇല്ല. പക്ഷേ ഇതൊരു റെഫറൻസ് ആണ്, ഈ ഒരു പോയം ആ മീറ്റിങ്ങുകളെ പറ്റിയുള്ള റെഫറൻസ് ആണ്. പക്ഷേ ആ ഒരു എറ ഇപ്പോൾ ഇല്ലെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ അലൻ ഗിൻസ്ബർഗ് പറയുന്നത്. ഇറ്റ് ഓൾസോ മേക്ക് ഫൺ ഓഫ് ദ പീപ്പിൾ ഹൂ ബ്ലെയിം എവരി മിഷപ്പ് ഓൺ റഷ്യ. അതുപോലെ തന്നെ റഷ്യയിലെ എല്ലാ മിഷപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഈ ദുരന്തം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അപ്പം റഷ്യയിൽ നടക്കുന്ന ദുരന്തങ്ങളെ കളിയാക്കുന്ന വ്യക്തികളെ ആര് കളിയാക്കുകയാണ്? ഇവിടെ അലൻ ഗിൻസ്ബർഗ് കളിയാക്കുകയാണ്. ഇറ്റ് ഓൾസോ മേക്സ് ഫൺസ് ഓഫ് ദ പീപ്പിൾ ഹു ബ്ലെയിം എവരി മിഷപ്പ് ഓൺ റഷ്യ. അപ്പോഴത്തേക്ക് റഷ്യയിലെ മിഷാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തങ്ങളെ പറ്റി ചിരിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി അത് സന്തോഷിക്കുന്നവർ, അത് കേട്ട് സന്തോഷിക്കുന്നവർ, ചിലപ്പോൾ അമേരിക്കക്കാരെ തന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സന്തോഷിക്കുന്ന അമേരിക്കക്കാരെ ഇവിടെ കളിയാക്കുകയാണ് ആര്? ഇവിടെ അലൻ ഗിൻസ്ബർഗ്. അല്ലെങ്കിൽ എന്തിനും ഏതിനും റഷ്യയുടെ മണ്ടയ്ക്ക് കയറുക, എന്ത് കാര്യത്തിനും റഷ്യയെ ബ്ലെയിം ചെയ്യുക. അപ്പം അങ്ങനെ ബ്ലെയിം ചെയ്യുന്ന വ്യക്തികളെയും ഇവിടെ കളിയാക്കുന്നുണ്ട്, ഈ ഒരു പോയം കളിയാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അലൻ ഗിൻസ്ബർഗ് കളിയാക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ മേക്സ് ഫൺ ഓഫ് ദി പീപ്പിൾ ഹു ബ്ലെയിം എവരി മിഷപ്പ് ഓൺ റഷ്യ. അപ്പം എന്തിനും ഏതിനും റഷ്യയുടെ മണ്ടക്കിട്ട് കയറുന്ന ആൾക്കാരെ എന്താ പറയുന്നത്, ഇവിടെ കളിയാക്കുന്നുണ്ട്. ഇവിടെ റഷ്യൻ അനുകൂലിയായിട്ടുണ്ടായിരിക്കത്തില്ല, അദ്ദേഹം സ്വന്തം രാജ്യത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഈ പോയം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ പറയുക, ഒരു അർത്ഥവുമില്ലാതെ നമ്മുടെ അമേരിക്ക എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു അർത്ഥവുമില്ലാതെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇനാക്ടിവിറ്റിയുടെ പ്രസൻറ്റ് കണ്ടീഷനാണ് അദ്ദേഹം ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് അമേരിക്ക എന്ന് പറഞ്ഞ പോയത്തിലൂടെ. അപ്പം അതിൽ ഒരു കാര്യവുമില്ല, ഒരു അർത്ഥവുമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇപ്പോൾ അമേരിക്ക നടക്കുന്നുണ്ട്. അത് ഒരുപാട് നാൾ നീണ്ടു പൊക്കൂടാ, അല്ലെങ്കിൽ നീണ്ടു പോകാത്ത കുറച്ച് കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങൾ നീണ്ടു പോകാത്ത കാര്യങ്ങളാണ്. അപ്പം അതൊരു മീനിങ്ലെസ് തിങ് ആണ്. അതിനെപ്പറ്റി ആൾക്കാർ വറീഡാകുന്നു. ഇതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല, അലൻ ഗിൻസ്ബർഗിന് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം പറയുകയാണ്, ഒരു മാറ്റം എല്ലാത്തിനും നല്ലതാണ്, അനിവാര്യമായിട്ടുള്ള ഘടകമാണ് മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് മാറ്റം ഒരിക്കലും വരത്തില്ല. ആളുകൾ ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ, ആളുകൾ മുൻകൈ എടുത്തില്ലെങ്കിൽ ഒരിക്കലും എന്താണ് മാറ്റങ്ങൾ വരില്ല. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യണം? മുൻകൈ എടുത്താലേ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളെന്നാണ് ആര് പറയുന്നത്? അലൻ ഗിൻസ്ബർഗ് പറയുന്നത്. ദ പോയം കൺക്ലൂഡ്സ് വിത്ത് ദ ഓപ്റ്റിമിസ്റ്റിക് വ്യൂ. അതായത് ശുഭാപ്തി വിശ്വാസത്തോടെയാണ് എന്താ പറയുന്നത് ഇവിടെ അലൻ ഗിൻസ്ബർഗ് ഈ ഒരു പോയം കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് സ്പീക്കർ ഡിസ്റ്റം ഷുഡ് ഹെൽപ്പ് കറക്റ്റ് ഓൾ ദീസ് പ്രോബ്ലംസ് ഓൺ ഹിസ് ഓൺ അക്കോർഡ്. ഒരു ശുഭാപ്തി വിശ്വാസത്തിലൂടെയാണ് എന്താ പറയുന്നത് ഈ ഒരു പോയം അവസാനിക്കുന്നത്. അതുപോലെ സ്പീക്കറിൻ്റെ ഡിറ്റർമിനേഷനാണ്, സ്പീക്കറിൻ്റെ ഒരു ഉദ്ദേശമാണ് എന്താ പറയുന്നത്, ഈ പ്രോബ്ലംസ് എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക അക്കോർഡിൽ ഈ പ്രോബ്ലംസ് എല്ലാം തീരണം. അല്ലെങ്കിൽ അക്കോർഡ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചേർച്ച, യോജിപ്പ്, ഒത്തുതീർപ്പ് എന്നൊക്കെയാണ് അർത്ഥം. അല്ലെങ്കിൽ നൽകുക, അനുവദിക്കുക എന്നൊക്കെ പറയത്തില്ല നമ്മൾ, അതാണ് അക്കോർഡ് എന്ന് പറഞ്ഞാൽ കാറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒന്ന് മുൻകൈ എടുത്ത് ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അത് സ്പീക്കറിൻ്റെ ഒരു ഡിറ്റർമിനേഷനാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു പോയത്തിലൂടെയെങ്കിലും ആളുകളുടെ ചിന്താഗതികളൊന്നും മാറട്ടെ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ഹോൾ സമ്മറി എന്ന് പറയുന്നത്. ബാക്കിയുള്ള കംപ്ലീറ്റ് വീഡിയോ നമ്മൾ പാട്രിയോൺ ചാനലിൽ ഇടുന്നതാണ്. സോ എർവിൻ അലൻ ഗിൻസ്ബർഗിനെ പറ്റി ഒരു ബയോഗ്രഫി പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ജനിച്ചത് ജൂൺ 3, 1926 1997 ഏപ്രിൽ 5 മരിക്കുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ പോയിട്ടും റൈറ്റർ കൂടിയാണ്. അദ്ദേഹത്തിന് എല്ലാ കാലവും അറിയപ്പെടുന്ന ഒരു വർക്കെന്ന് വെച്ചാൽ ഹോൾ എന്ന് പറയുന്ന വർക്കാണ്. അത് എന്താ പറയുന്നത്, അതിൽ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ നശീകരണ ശക്തികൾ. എന്തിൻ്റെ നശീകരണ ശക്തികൾ? മുതലാളിത്തത്തിൻ്റെ, ക്യാപിറ്റലിസത്തിൻ്റെ നശീകരണ ശക്തികൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ആ ഒരു പോയത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഹോൾ ആൻഡ് ദീസ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു എന്താ പറയുന്നത് ബുക്കിലാണ് അദ്ദേഹം ഏതെഴുതിയത്, നമ്മുടെ ഹോൾ ആൻഡ് അതർ പോയിംസിലാണ് അമേരിക്ക എന്ന് പറഞ്ഞ പോയം ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഹോൾ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ്. അദ്ദേഹത്തിൻ്റെ നോൺ വർക്ക്സാണ് ഹോള്, സെപ്റ്റംബർ ഓൺ ജെസോറെ റോഡ്, ദ ഫാൾ ഓഫ് അമേരിക്ക. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നോൺ വർക്ക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ പറ്റിയുള്ള ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ, ഓക്കുപ്പേഷൻ എന്തൊക്കെയാണ്, നോട്ടബിൾ അവാർഡ്സ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഫാൾ ഓഫ് അമേരിക്കയും സെപ്റ്റംബർ ഓൺ ജെസേറെ റോഡിനും ഒരു അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് നല്ലതായിട്ട് റിസർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ എർവിൻ അലൻ ഗിൻസ്ബർഗിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഫുൾ വീഡിയോ നമ്മുടെ പാട്രിയോൺ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തേക്കും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തേക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് വിത്ത് എഡ്യൂക്കേഷൻ.